ശ്രീ ജിൻഡോ ജോൺ, രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് ആവർത്തിച്ച് മുസ്ലിം ബ്രദർഹുഡിനെയും RSSനെയും കമ്പയർ ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും പൊളിറ്റിക്കൽ ഹിന്ദുത്വയെയും കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് VD സതീശൻ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച ഒരു സംഘടനയായിട്ടാണ് കാണുന്നത്. ഈ മുസ്ലിം ബ്രദർഹുഡിനോട് ആശയ ഐക്യരൂപമുള്ള പ്രസ്ഥാനം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. നേരത്തെ ഇപ്പോൾ നമ്മുടെ സുന്നി ആക്ടിവിസ്റ്റ് വിശദീകരിച്ചത് അതാണ്. ഈ നിലപാട് മതേതര ബോധമുള്ള ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർ മതേതരവാദികളാണ് എന്നുള്ളതാണോ ഇതിന്റെ ആകത്തുക? അഭിലാഷേ, ആ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തിന്റെ ഉത്തരം പറയേണ്ടത് CPM-കാരാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളായിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടം പറയുന്നു. ഓക്കെ, ആ പറയുന്ന സമയത്ത് 40-40 വർഷക്കാലം പിന്തുണ വാങ്ങി ഭരണത്തിൽ വന്ന CPM-ന്റെ നേതാക്കന്മാരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്നു അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറയുന്നു. ഇനി അവർ മറ്റേതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കുചേർക്കുകയോ ഇവിടെ മറ്റേതെങ്കിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അങ്ങനെ എന്തെങ്കിലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഈ CPM-നെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ അവർ മതരാഷ്ട്രവാദികളും വർഗീയവാദികളും മതമൗലികവാദികളും ആകുന്നതിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നില്ല. സമയത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ ഏതെങ്കിലും നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിയായിട്ടുണ്ടോ എന്നൊക്കെ നിൽക്കട്ടെ. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും ഇപ്പോഴത്തെ MLA-യും ഈ വിഷയത്തിൽ ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ആളുമായിട്ടുള്ള നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ലേഖനത്തിലെ ഒരു ഭാഗം, ഞാൻ അദ്ദേഹത്തിന്റെ ലേഖനമല്ല വായിക്കുന്നത്, അദ്ദേഹം കോട്ട് ചെയ്ത അബുൽ അലാ മൗദൂദിയുടെ പുസ്തകമാണ് വായിക്കുന്നത്. പേജ് 35, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിമർശനം. അബുൽ അലാ മൗദൂദിയുടെ പുസ്തകത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ. അതിൽ പറയുന്നത്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലാകും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിനും നടത്തിപ്പിനും പങ്കുവയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുരൂപനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. ഇത് മലയാളത്തിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യമാണ്. നോക്കൂ, ജനാധിപത്യത്തിലും ദേശീയതയിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്നത് മതനിഷേധമാണ്, ഖുറാനെ വലിച്ചെറിഞ്ഞ് കളയലാണ് എന്ന ഐഡിയോളജിക്കൽ പൊസിഷനുള്ള ഒരു സംഘടനയുടെ വോട്ട് വാങ്ങുന്നതിന് ഞാൻ എതിരൊന്നും പറയില്ല. എല്ലാവർക്കും വോട്ട് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ അവരുടെ ഐഡിയോളജിയൊക്കെ ഉപേക്ഷിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അഭിലാഷൻ, ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്. എൻ്റെ ചോദ്യം അത് തന്നെയാണ്. ഈ ആര്യാടൻ ഷൗക്കത്ത് ഈ ലേഖനം എഴുതിയത് ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിലെ പുസ്തകത്തെ അല്ലെങ്കിൽ ലേഖനത്തെ അഡ്രസ് ചെയ്ത് ഞാൻ ഇത് വായിച്ചിട്ടുള്ള ആളല്ല. എന്നാൽ എൻ്റെ ഒരു 2016 അപ്പോൾ ആ സമയത്ത് ഉള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? അതിനുശേഷമാണോ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ UDF-നെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത്? അപ്പോൾ അതിനു മുമ്പ് അവർ ഈ നിങ്ങൾ പറയുന്ന കുറ്റാരോപിതരായിട്ട് നിൽക്കുന്ന കാലത്ത് ആരെയാണ് പിന്തുണച്ചിരുന്നത്? അപ്പോൾ ഈ ദേശദ്രോഹികളായിരുന്ന ആളുകളുടെ പിന്തുണ വാങ്ങിക്കൊണ്ടാണോ CPM അധികാരത്തിലെത്തിയത്? അത് അവർ പറയണം. ഞങ്ങൾ എന്തായാലും ദേശദ്രോഹികളായിട്ടുള്ള ഒരാളുടെയും പിന്തുണ സ്വീകരിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ്മെന്റുകൾ, അവരിപ്പോൾ എടുക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ അത് ശ്ലാഘനീയമാണ്, സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതേതരത്വത്തെ വെല്ലുവിളിക്കുന്ന എന്ത് നിലപാടാണ് ഈ കാലത്ത് എടുത്തിട്ടുള്ളത്? ഏത് തരത്തിലുള്ള സംസാരമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? അത് നമ്മൾക്ക് പറയണ്ടേ? ഇപ്പോൾ UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന സമയത്ത് UDF ആ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി ഏത് തരത്തിലുള്ള മതരാഷ്ട്രവാദമാണ് പറയുന്നത്? ഈ രാജ്യത്തിന്റെ മതേതരത്തെ വെല്ലുവിളിക്കുന്ന എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? അത് പറയണ്ടേ, വിമർശിക്കണ്ടേ? ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ്, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എണ്ണം മാത്രമുള്ള ഒരു സംഘടനയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ചുറ്റിപ്പറ്റല്ല നിൽക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, സുന്നികളായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും മുജാഹിദുകാരായാലും കോൺഗ്രസ്സുകാരായാലും CPM-കാരായാലും നോക്കൂ, ഇന്ന് ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യാലോ, അതിനെന്താണ് എന്നുള്ള ഒരു ഉത്തരത്തിൽ ഒതുക്കേണ്ട ഒരു കാര്യത്തിന് ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വന്നതുകൊണ്ടല്ലേ ഈ ചർച്ച ഉണ്ടാവുന്നത്, ഇതിന് പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇന്ന കൂട്ടരുടെ വോട്ട് ചോദിക്കോ അല്ലെങ്കിൽ വോട്ട് വാങ്ങോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, വോട്ട് അവരവരുടെ വ്യക്തിപരമായ പ്രിഫറൻസ് അല്ലേ, വോട്ട് ആർക്കും ചെയ്യാലോ എന്ന് പറയാം പ്രതിപക്ഷ നേതാവിന്. അതിനപ്പുറം കടന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ വരും. ആരാണ് ഈ ചർച്ച ഉണ്ടാക്കുന്നത്?
അല്ല, ഈ ചർച്ച ചെയ്തോട്ടെ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ ആ ചർച്ചയുടെ ഒന്നും പുറകെ നിൽക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിക്കാരായാലും അല്ലെങ്കിൽ സമസ്തയുടെ ആളുകളായാലും സുന്നികളായാലും മുജാഹിദുകാരായാലും RC കത്തോലിക്കനായാലും ലാത്തിൻ കത്തോലിക്കനായാലും നായരായാലും ഈഴവയായാലും തെരുവുനായ കടിക്കുന്നത് എല്ലാവരെയും മനുഷ്യരെയാണ്. വിലക്കയറ്റം ബാധിക്കുന്നത് മനുഷ്യരെയാണ്. പെൻഷൻ കിട്ടാതാക്കപ്പെടുന്നത് മനുഷ്യരെയാണ്. അപ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ട് ചർച്ച കൊണ്ടുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കുൽസിത താല്പര്യങ്ങൾ മാത്രമാണ്. അത്തരം താല്പര്യങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതിനപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിനെതിരായിട്ട്, ഈ രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായിട്ട്, നമ്മളെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഐക്യത്തിനെതിരായിട്ട് സമീപകാലത്ത് എന്തെങ്കിലും ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് അത്തരത്തിൽ ഒരു കേസ് എടുത്തിട്ടുണ്ടോ? അത് പറയണ്ടേ? ഇനി നിങ്ങൾ ആരോപിക്കുന്ന വിധം മോശപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സമയത്ത് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് ആരാണ്? അപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അതിലുള്ള മുഴുവൻ ആളുകളും കോൺഗ്രസ്സുകാരോ UDF-കാരോ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാൻ പറ്റുമോ? അവരുടെ അടിസ്ഥാന പ്രമാണം ഇതാണ്, ഐഡിയോളജി ഇതാണെന്നാണ് പറഞ്ഞത്. പിന്നെ കേസ് എടുത്തിട്ടുണ്ടോ? കേസിന്റെ പ്രശ്നമല്ല. 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഉണ്ട്. അത് ചില പുസ്തകങ്ങളുടെ നിരോധനവുമായി ബന്ധപ്പെട്ട് വാചാലമായിട്ടുള്ള അഫിഡവിറ്റ് ഉണ്ട്. അതും പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ല, ആര് വേണമെങ്കിലും ഏത് പുസ്തകം വേണമെങ്കിലും ചർച്ച ചെയ്തോട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം അവരെ കുറിച്ചിട്ട് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ നിലപാട്, ഈ നാട്ടിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള നിലപാട്, അതൊക്കെയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM-നെ ചൊടിപ്പിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിയായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരായാലും ആ മനുഷ്യരെ പറയുന്ന രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അഡ്രസ് ചെയ്യപ്പെടാതെ ഇരിക്കുമ്പോഴാണ് അവരുടെ ജാതിയും മതവും തിരയേണ്ടി വരുന്ന ഗതികേടിലേക്ക് നമ്മളൊക്കെ പോകേണ്ടി വരുന്നത്. അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഈ നാട്ടിലെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഇനി 9-10 കൊല്ലം ഭരിക്കുന്ന സർക്കാർ തയ്യാറാകുന്നില്ല.